Assalamu alaikum. How are you dears? Are you fine and safe? Let's start our class with the dua. Say the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma Rabbi zidni ilma Rabbi zidni ilma. Okay, now we completed 6 chapters. Is it? Today we can start another chapter, chapter 7, the world of plants. The world of plants. In this chapter, we mainly talk about plants. We know plants are the most beautiful and amazing living things on our planet. Is it? Plants are one of the most amazing and beautiful things on our planet. All the living organisms depend on plants for their survival. Is it? നമ്മൾ മെയിനായിട്ട് എന്തിനെയാണ് നമ്മളുടെ ഭക്ഷണത്തിനായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? വി ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ്. നോട്ട് ഓൺലി വി, ഓൾ ദ ലിവിങ് ഓർഗാനിസംസ് ആർ ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ദെയർ സർവൈവൽ. ഓക്കെ, ഇതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്ലാന്റ്സിൻ്റെ ഫസ്റ്റ് റൂട്ട്സ് ആൻഡ് സ്റ്റെംസ്. പ്ലാന്റ്സിൻ്റെ പാർട്ടുകളായ റൂട്ടുകളും സ്റ്റെമ്മുകളുമാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. റൂട്ട്സ് ആൻഡ് സ്റ്റെംസ്. എന്താണ് റൂട്ട് എന്ന് പറഞ്ഞാൽ? The roots are very important part of a plant. The roots are very important part of a plant. There are small thread-like structures present on roots called root hairs. അതായത് mainly there are two types of roots. They are tap roots and fibrous root. നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് റൂട്ട് എന്ന്. അതായത് ഒരു പ്ലാന്റിനെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്ന പ്ലാന്റിൻ്റെ പാർട്ടാണ് എന്ത്? റൂട്ട് എന്ന് പറയുന്നത്. അപ്പം ദർ ആർ ടു ടൈപ്സ് ഓഫ് റൂട്ട്. ദേ ആർ ടാപ്പ് റൂട്ട് ആൻഡ് ഫൈബ്രസ് റൂട്ട്. അതിൽ ദ റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ പ്ലാന്റ് ആണ്. അതിൽ ദർ ആർ സ്മോൾ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രസൻറ്റ് ഓൺ റൂട്ട്സ് കോൾഡ് റൂട്ട് ഹെയർസ്. അതായത് റൂട്ടിൽ ചെറിയ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൂട്ട് ഹെയർസ് എന്ന് വിളിക്കുന്നത്. ദ റൂട്ട് ഹെയർസ് അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ പ്ലാന്റ്. അതായത് റൂട്ടില്ലേ, നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് ഇങ്ങനെ വരയ്ക്കുകയാണെന്ന് വെച്ചു, ഇങ്ങനെ അതിൽ ഇത് അതിൻ്റെ പാർട്ട് റൂട്ടാണല്ലേ, മണ്ണിന് അടിയിൽ കാണുന്ന പ്ലാന്റിൻ്റെ പാർട്ടാണ് എന്ത്? റൂട്ട്. ഇതിൽ കാണുന്ന ഹെയർസ്, അതായത് സ്മോൾ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൂട്ട് ഹെയർസ് എന്ന് വിളിക്കുന്നു. റൂട്ട് ഹെയർസ്. ദീസ് റൂട്ട് ഹെയർസ് ഹെൽപ്സ് ദ റൂട്ട് ടു അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ. അതായത് മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും ചെടിക്ക് ആവശ്യമായ ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ ഈ റൂട്ടിനെ സഹായിക്കുന്നത് എന്താണ്? ഈ റൂട്ട് ഹെയർസ് ആണ്. റൂട്ട് ഹെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ദാറ്റ് പ്രസൻറ്റ് ഓൺ ദ റൂട്ട് ആർ കോൾഡ് റൂട്ട് ഹെയർസ്. ഓക്കെ, then there are different types of roots. We can study that in detail. അതിൽ ഫസ്റ്റ് ആണ് വാട്ടർ സ്റ്റോറിങ് റൂട്ട്. എന്താണ്? ഫസ്റ്റ് ടൈപ്പ് ഓഫ് റൂട്ടാണ് വാട്ടർ സ്റ്റോറിങ് റൂട്ട്സ്. എന്താണ് വാട്ടർ സ്റ്റോറിങ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ? ക്യാൻ യു സേ? സം ടാപ്പ് റൂട്ട്. അതായത് നമ്മൾ പഠിച്ചു ടു ടൈപ്സ് ഓഫ് റൂട്ട്സ് ആർ ദെയർ, ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും. ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു മെയിൻ ആയിട്ടുള്ള ഒരു റൂട്ടും പിന്നെ കുറേ സബായിട്ടുള്ള റൂട്ട്സും ഉണ്ട്. അതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ഫൈബ്രസ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദെയർ ഇസ് നോ വിളിക്കുന്നത്. അപ്പോൾ വാട്ടർ സ്റ്റോറിങ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ടാപ്പ് റൂട്ട്സ് സ്റ്റോർ വാട്ടർ. ചില റൂട്ടുകൾ എന്ത് ചെയ്യുന്നു? വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദാറ്റ് ഹെൽപ്സ് ദ പ്ലാന്റ് സർവൈവ് ഇൻ ഡ്രൈ റീജിയൻസ് ആൻഡ് ഇൻ സമ്മേഴ്സ്. അതായത് ചില റൂട്ടുകൾ എന്ത് ചെയ്യുന്നു? വാട്ടർ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതെന്തിനെ ആ പ്ലാന്റിനെ സഹായിക്കുന്നു? ഇൻ ഡ്രൈ റീജിയനിലും സമ്മർ ടൈമിലും, അതായത് വെള്ളം കിട്ടാത്ത അവസ്ഥയിലും പ്ലാന്റ് മണ്ണിൽ പിടിച്ചു നിൽക്കാനായിട്ട് ആര് സഹായിക്കുന്നു? ഈ വാട്ടർ സ്റ്റോറിങ് റൂട്ടുകൾ ഹെൽപ്പ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ദ റൂട്ട്സ് ഓഫ് പംകിൻ ആൻഡ് ഗോഡ്
നമുക്കറിയാം there are different types of gourd, bitter gourd, then ash gourd. Okay, pumpkin and gourd are the examples of these water storing root. എന്താണ് water storing root എന്ന് പറഞ്ഞാൽ some taproot store water some taproot store water that helps the plant to survive in dry region and in summers. എന്താണ് some taproot that store water that help the plant survive in dry region and in summers. ഒന്നുമില്ല, അതിൻ്റെ നെയിമിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വാട്ടർ സ്റ്റോറിങ് റൂട്ട്, അതായത് വാട്ടർ സ്റ്റോർ ചെയ്യുന്ന റൂട്ടുകൾ. ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ്? പംകിൻ ആൻഡ് ഗോഡ്. ഓക്കെ, വാട്ടർ സ്റ്റോറിങ് റൂട്ട്സ് ഉള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണ്? പംകിൻ ആൻഡ് ഗോഡ്. ദെൻ അനദർ ടൈപ്പ് ഓഫ് റൂട്ട് വി ക്യാൻ സ്റ്റഡി ഫുഡ് സ്റ്റോറിങ് റൂട്ട്. അപ്പം ചില റൂട്ടുകൾ വാട്ടറാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ചില റൂട്ടുകൾ എന്താ സ്റ്റോർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫുഡ് സ്റ്റോറിങ് റൂട്ടാണ്. എന്താണ്? നമ്പർ 2 ടൈപ്പ് ഓഫ് റൂട്ട് ഈസ് ഫുഡ് സ്റ്റോറിങ് റൂട്ട്. ഫുഡ് സ്റ്റോറിങ് റൂട്ട്സ്. Some taproot store food in the form of starch for the plants. അതായത് some taproot store food. They store food in the root in the form of starch. സ്റ്റാർച്ചിൻ്റെ ഫോമിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന റൂട്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫുഡ് സ്റ്റോറിങ് റൂട്ട്. ഫോർ എക്സാമ്പിൾ ക്യാരറ്റ്. നമുക്കറിയാം ക്യാരറ്റിൻ്റെ റൂട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ആ ക്യാരറ്റിൻ്റെ റൂട്ടിനകത്ത്, ആ ക്യാരറ്റിനകത്ത് എന്താ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? സ്റ്റാർച്ചാണ്. ദെൻ റാഡിഷ്, ദെൻ turnip and beetroot are few examples of food storing root. For example, carrot, radish, turnip, മധുരക്കിഴങ്ങ്, ദെൻ ബീട്രൂട്ട്. ഇതെല്ലാം നമ്മൾ എന്താണ്? ഇതെവിടെയാണ് കാണുന്നത്? നമ്മൾ കഴിക്കുന്ന ഈ പാർട്ടുകളെല്ലാം മണ്ണിനടിയിൽ കാണുന്ന അതിൻ്റെ വേരുകളാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദീസ് റൂട്ട്സ് ആർ ദ എഡിബിൾ പാർട്ട് ഓഫ് ദ പ്ലാന്റ്. നമ്മൾ ഈ പ്ലാന്റിൻ്റെ ഈ പാർട്ടുകളാണ് നമ്മൾ എഡിബിളായി എടുക്കുന്നത്. അപ്പോൾ എന്താണ്? ക്യാരറ്റ്, റാഡിഷ്, ടേണിപ്പ് ആൻഡ് ബീട്രൂട്ട്. ഇപ്പോൾ എന്താണ്? സം ടാപ്രൂട്ട് സ്റ്റോർ ഫുഡ് ഇൻ ദ form of starch for the plants. Such roots are edible. For example, the roots of carrot, radish, turnip and beetroot are few examples of food storing root. Okay, എന്താണ് food storing root എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് water storing root? Some taproot store water in the roots that help the plant to survive in dry region and in summer. Then food storing root എന്താണ്? Some taproot store food in the form of starch in the plant. Such roots are edible. For example, carrot, radish, beetroot and turnip. Then another type of root is propagative root. എന്താണ്? Propagative root. Third type of root is propagative root. ഈ ടൈപ്പ് ഓഫ് ഫ്രൂട്ട് എന്താണ്? ഇത് ഫൈബ്രസ് റൂട്ടാണ്. എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ഷോസ് ഫൈബ്രസ് റൂട്ട്. സം ഫൈബ്രസ് റൂട്ട്സ് ഹാവ് ബഡ്സ്. അതിനെന്തുണ്ട്? ബഡ്സ് ലൈങ് ക്ലോസ് ടു ദ സർഫസ് ഓഫ് ദ സോയിൽ. ആ പ്ലാന്റിൻ്റെ ചുവട്ടിൽ നിന്ന് എന്താണ്? ചെറിയ ബഡ് ലൈക്ക് സ്ട്രക്ചർ ഇങ്ങനെ ഫോം ചെയ്യുന്നു. സച്ച് റൂട്ട്സ് പ്രൊപ്പഗേറ്റ് ഓർ ഗ്രോ ഇൻഡിവിജ്വലി ഇൻ എ ന്യൂ പ്ലാന്റ്. അപ്പോൾ എന്താണ്? ഒരു ബഡ് ലൈക്ക് സ്ട്രക്ചർ ആ മണ്ണിൽ നിന്ന് ആ വേര് തന്നെയാണ് മുളച്ചു വരുന്നത്. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? അത് സെപ്പറേറ്റ് ചെയ്ത് അനദർ പ്ലാന്റായി ഫോം ചെയ്യുന്നു. For example, cherry and strawberry are few examples of propagative roots. For example, cherry and strawberry. Cherry and strawberry. Okay, നമ്മൾ പഠിച്ചു. First one is water storing root. For example, pumpkin and gourd. Then food storing root ഏതൊക്കെയാണ്? Radish, carrot, beetroot and turnip. Then today propagative root, for example, what are the examples of propagative root? Cherry and strawberry. Okay, another type of root is aerial roots.
These also are fibrous root and that grow above the ground. എന്താണ് ഈ ഫൈബ്രസ് റൂട്ട് എവിടെയാണ് വളരുന്നത്? ഗ്രൗണ്ടിന് മുകളിലാണ് കാണപ്പെടുന്നത്. ദീസ് റൂട്ട്സ് ആർ സസ്പെൻഡഡ് ഇൻ ദ എയർ ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് ദ പ്ലാന്റ്. അപ്പോൾ എന്താണ്? പ്ലാന്റിൻ്റെ ബ്രാഞ്ചിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ റൂട്ട് തൂങ്ങി താഴോട്ട് വളർന്നു വരുന്നത്. ഏരിയൽ റൂട്ട്സ് അബ്സോർബ് വാട്ടർ ഫ്രം ദ മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ ദ എയർ. അപ്പോൾ ഈ റൂട്ടിന് ആവശ്യമായ വാട്ടർ എവിടെ നിന്നാണ് കിട്ടുന്നത്? എയറിൽ നിന്ന്, അന്തരീക്ഷത്തിൽ നിന്നുള്ള ആ ഈർപ്പം തന്നെയാണ് അത് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ദ റൂട്ട്സ് ഓഫ് എ ബനിയൻ ട്രീ ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഏരിയൽ റൂട്ട്. നമുക്കറിയാം ബനിയൻ ട്രീ അല്ലേ, ആൽമരം. അപ്പോൾ അതിൻ്റെ റൂട്ടുകൾ ഇങ്ങനെ ആ പ്ലാന്റിൽ തൂങ്ങിക്കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ്? ദീസ് അബ്സോർബ് വാട്ടർ ഫ്രം ദ മോയ്സ്ചർ present in air. For example, banyan tree. അപ്പോൾ today we studied there are 4 types of roots. What are they? Water storing root, then food storing root, then propagative root and aerial root. Okay, inshallah, I think all you understand the portion I taught you. Then we can meet in the next class. Assalamu alaikum.